ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി എത്ര നരസം മുടിയാണെങ്കിൽ പോലും കട്ട കറുപ്പാക്കാൻ നമ്മളെ സഹായിക്കുന്ന അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ഇത് നമുക്കിനി വേറെ കിട്ടാനേ ഇല്ലെന്ന് ഒരൊറ്റ പ്രയോഗത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ അലർജി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 30, 40, 50, 60, 70, 80 എത്ര വയസ്സും ആകട്ടെ, ഇനി നരച്ച മുടി ഉണ്ടാകില്ല. കട്ടക്കറുപ്പാക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഇവിടെ കുറച്ച് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചു, എത്ര അലക്കിയാലും വാഷിംഗ് മെഷീൻ തുണി അലക്കുവാണെങ്കിൽ വെളുക്കത്തേ ഇല്ല എന്ന് പറയും. പക്ഷേ വെളുപ്പിക്കാൻ നമ്മുടെ വൈറ്റ് കളർ തുണിയാണെങ്കിൽ ഏത് തുണിയാണെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ അലക്കുവാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇട്ടാലും നമ്മൾ കല്ലിൽ അലക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് അലക്കിയെടുക്കാൻ പറ്റും. ഫുൾ ചെളി അഴുക്കും ഒക്കെ പോകും, ഷർട്ടിൻ്റെ കോളറിൽ നിന്നൊക്കെ അഴുക്കൊക്കെ പോകും കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. പെട്ടെന്ന് ഇട്ടവിടുന്ന് അലക്കാതെ ഇതുപോലെ ആവശ്യത്തിന് തുണി ഇടുക. അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് സോപ്പ് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെയാണ് അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ സാധാ എൻ്റെ വാഷിംഗ് മെഷീനാണ്. ആ മെഷീൻ്റെ ഇത് നമ്മൾ കുതിർത്ത് അലക്കുന്ന ഒരു ഇതുണ്ട്, കണ്ടില്ല? പിന്നെ അത് കാണിച്ച രീതിയിൽ അത് ഫുൾ ആ ഒരു 15 മിനിറ്റ് എന്നുള്ള എഴുതിയെടുത്ത് അവിടേക്ക് നമ്മുടെ അത് തിരിച്ച് കൊണ്ട് വെക്കുക. ആ സ്വിച്ച് തിരിച്ച് കൊണ്ട് വെക്കുക. അതിനുശേഷം പിന്നെ അത് ഒന്ന് കറങ്ങി വരുമ്പോൾ കുറച്ച് വരുമ്പോൾ ഒന്ന് നിൽക്കുക. ആ രീതിയിൽ തന്നെ നിന്ന് ഫുള്ള് കുതിർത്ത് അത് അലക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വാഷിംഗ് മെഷീനിൽ 2-3 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക. വാഷിംഗ് മെഷീൻ ഓണാക്കാതെ കുതിർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അലക്കി എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തുണികളെല്ലാം നല്ലപോലെ ചെളി പോകാനും കോളറിലെ ഷർട്ടിൻ്റെ കോളറും ഒക്കെ നല്ല വെളുത്ത് കിട്ടാനും സഹായിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് കൊണ്ടുപോയി സോപ്പ് പൊടി ഇട്ടിട്ട് അന്നപ്പോൾ തന്നെ അലക്കി എടുക്കരുത്. ഇതേ രീതി കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ മാത്രമേ തുണി നല്ലപോലെ വെളുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ഷർട്ടുകൾ, സാരി, ചുരിദാർ ഒക്കെ വാഷിംഗ് മെഷീൻ അലക്കാൻ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുകൂടെ ചെയ്ത് നോക്കും കേട്ടോ. ഒന്നെങ്കിൽ പാൽ കവർ ഉണ്ടെങ്കിൽ കവറിന് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ കുറച്ച് ഐസ് വെള്ളം നിറച്ച് കട്ടയാക്കി എടുത്തിട്ട് നമ്മുടെ തുണിയുടെ കൂടെ ഇട്ട് ജസ്റ്റ് കുറേ നേരം ഒരു 2-3 മിനിറ്റോളം ആ വെള്ളത്തിൽ സോപ്പ് പൊടിയുടെ കൂടെ തന്നെ കുപ്പി സഹിതം നമ്മൾ ആ വെള്ളം, തണുത്ത വെള്ളം, തണുത്ത ഐസ് കട്ട അതിലേക്ക് ഇട്ട് വെക്കുക. പാൽ കവറാണെങ്കിലും ഒന്ന് ഇട്ട് വെക്കുക. അലക്കരുത്. കുറേ നേരം അങ്ങനെ മുക്കി വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അങ്ങനെ തന്നെ അടച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ വാഷിംഗ് മെഷീനിൽ തുണി ഒന്ന് അലക്കി നോക്കൂ. നമ്മുടെ പുതിയ ഷർട്ടിൻ്റെ കളർ പോകത്തില്ല, അതുപോലെ എൻ്റെ നൂല് പൊങ്ങത്തില്ല. ചുരിദാറും സാരി എന്തൊക്കെയാണെങ്കിലും മേടിച്ച പോലെ തന്നെ പുതിയതുപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ നമ്മുടെ തുണികളെല്ലാം നശിച്ച പോലെ ആയിപ്പോവും. അതായത് നൂലൊക്കെ പൊങ്ങി അഴുക്കൊക്കെ ആയിട്ട് പോകും. പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലാകും. ഇങ്ങനെ തണുത്ത ഐസ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അലക്കുവാണെങ്കിലും നമ്മുടെ തുണിയൊക്കെ നല്ലപോലെ പുതുതായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുപ്പിയിലാക്കാനും അതുപോലെ തന്നെ പാൽ കവറിൽ കെട്ടി ഐസ് കട്ട വെക്കാനൊക്കെ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ എന്താണെങ്കിലും ഐസ് കട്ടകൾ കാണും. അതിട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൽ നല്ലൊരു തണുപ്പായിരിക്കും. ആ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തുണികളൊന്നും നൂലൊന്നും പൊങ്ങാതെയൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഐസ് കട്ട. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അത് കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നിങ്ങൾ ഐസ് കട്ട ഇട്ടാലും ഒന്ന് അലക്കി എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാനിപ്പോൾ നൈറ്റി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും എന്ത് തുണിയാണെങ്കിലും വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് നമ്മുടെ തുണിയൊക്കെ നല്ല പുതുതായിട്ട് ഇരിക്കുകയും ചെയ്യും. നൂലൊന്നും പൊങ്ങത്തില്ല. പ്രത്യേകിച്ചും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന നൈറ്റികൾ ഇതിലൊക്കെ ചെളികൾ കാണും. അപ്പോൾ നമ്മൾ വയ്യെങ്കിൽ നമ്മൾ കല്ലിൽ അലക്കുന്നതിന് ഒരു വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നൈറ്റികളൊന്നും പെട്ടെന്ന് ചുരിദാറൊന്നും ചള്ളായി പോകത്തില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സവാളത്തൊലിയും അതുപോലെ തന്നെ മുളകിൻ്റെ തണ്ട് അതുമെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ, ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സൈഡിൽ പഴങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന സൈഡുകളിലൊക്കെ പൊടിയീച്ചകൾ വരും. അപ്പോൾ ആ പൊടിയീച്ചകൾ ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇത്, അതായത് ഈ പൊടിയീച്ച, ഈച്ച, കൊതുക് ഇതെല്ലാം അതിലേക്ക് വന്ന് ചത്ത് കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഈ സവാളയുടെ തൊലിയുടെയും അതുപോലെ മുളകിൻ്റെ എരിവും ഡെറ്റോളിൻ്റെ ഒരു എരിവും ഇത് ഗ്യാസും ഒക്കെ ആകുമ്പോഴത്തേക്കും പൊടിയീച്ചകൾ ഫുള്ളും അതിൽ വീണ്ടും ചത്ത് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ.
ഇനി അടുത്തത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. മൈദാമാവിൻ്റെ അപ്പവും ഒക്കെ എല്ലാവർക്കും അടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ മൈദാമാവും കൊണ്ട് നമുക്കിത് ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ട് നല്ല മസാല ദോശയുടെ പരുവത്തിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ മൈദാമാവ് ഒന്ന് നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ കാണുമല്ലോ, കേക്ക് ബീറ്റർ കാണും, അതുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയെല്ലാം പോയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ രീതിയിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് നിങ്ങൾക്ക് മുട്ട വേണേലും ഇതിലൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല പരത്തി മസാല ദോശയുടെ പരുവത്തിൽ പരത്തി നല്ല നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ട് കിട്ടി ചപ്പാത്തി പൊടിയിൽ മുമ്പിൽ മാറി നിൽക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റോട് കൂടി നല്ല മുരുമുരാന്ന് നമുക്ക് മൈദാമാവും കൊണ്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. അത് നല്ലപോലെ ആ ചപ്പാത്തിയൊക്കെ ചുടുന്ന രീതിയിൽ വേണം ചുട്ടെടുക്കാനായിട്ട്. അല്ലാതെ ഈ നമ്മൾ അധികം മൂപ്പിക്കാതെ ഒന്നും എടുത്താൽ കൊള്ളത്തൊന്നുമില്ല. നല്ല വെന്ത് വേണം ഇതെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ. ഇപ്പോൾ കടലക്കറിയാണ്, ഇറച്ചിക്കറിയൊക്കെയാണ് ഇതിന് മുമ്പ് പൊള്ളിക്ക് ഇത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുവാണെങ്കിൽ ഇത് പാചകക്കാർ പറഞ്ഞൊരു സൂത്രമാണ് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ പൈനാപ്പിൾ എസൻസിന് പകരം പൈനാപ്പിൾ ഇട്ട് ദമ്മ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. പൈനാപ്പിൾ ഇടുമ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഓരോ ലെയർ ഇടുമ്പോഴും നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മാത്രം അടുത്ത ലെയർ ഇടാവുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു ഇത് ചേർക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ എസൻസും അതുപോലെ ബിരിയാണി എസൻസും അതുപോലെ നമ്മുടെ റോസ് വാട്ടറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബിരിയാണിയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ആ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ചെയ്യില്ല, ഒന്നിച്ച് ഒഴിച്ചൊരു ബൗളിലാക്കിയിട്ട് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഇക്കാലത്ത് ഉണ്ടാകുന്ന നര, ഈ നര മാറ്റം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ നാച്ചുറലായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ തലമുടിയിൽ പിടിക്കത്തുള്ളൂ. പക്ഷേ ഇതാണ് നല്ലത്, നാച്ചുറലാണ് നല്ലത്. ഈ കെമിക്കൽ ഡൈ ഒന്നും മേടിച്ച് നിങ്ങൾ തലയിലേക്ക് അടിച്ചിട്ട് തലമുടിയോ ഒക്കെ കളയുമ്പോൾ പല അസുഖങ്ങളൊന്നും വരുത്തി വെക്കുകയൊന്നും വേണ്ട. പകരം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 2 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 രൂപയുടെ ആണെങ്കിലും കിട്ടും, ഏതാണെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ലൂസായിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഏത് ഓയിലാണ് തലയിലേക്ക് അല്ലാതെ യൂസ് ചെയ്യുന്ന ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു തുള്ളി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനം ഞാൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതായത് 1 ടീസ്പൂണോളം കോഫി പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ കൊക്കോ പൗഡർ, പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ അലോവേര ജെല്ല്, പിന്നെന്താ നമ്മൾ വെളിച്ചെണ്ണ, ഇതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ കൂടെ ലാസ്റ്റ് നമുക്ക് 1 രൂപയുടെ ഒരു ഷാമ്പു കിട്ടുമല്ലോ. ഞാൻ ഇപ്പം നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാൻ ഇപ്പോൾ ക്ലിനിക് പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. ഒരുപാട് പതപ്പിക്കൊന്നും വേണ്ട, നല്ലപോലെ ഇതെല്ലാം മിക്സ് ആകുന്നിടം വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പോട്ട് അടിക്കാൻ മറക്കരുതേ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒട്ടനെ അടി തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്യരുത്. 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. പിന്നെ നമ്മളിത് തല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കുളിക്കാൻ എപ്പോഴാണോ പോകുന്നത് അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുക. കുറച്ച് നേരം തലയിൽ എന്നിട്ട് 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അതിനുശേഷം തലയിലേക്ക് തേച്ച് വെക്കുക. ആ 15 മിനിറ്റിന് ശേഷം വേണം നമ്മൾ കുളിക്കുന്ന മുമ്പ് ചെയ്യുമ്പോൾ കുളിക്കാൻ നേരത്ത് ഇത് നമുക്ക് കഴുകിക്കളയാവുന്നേ ഉള്ളൂ. സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഷാമ്പൂ ആയി ഇതും ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടിനെ നരച്ച മുടി കട്ട കറുപ്പാകാനും ആഴ്ചയിൽ 2 തവണ നിങ്ങളിത് ചെയ്യുക. കട്ട കറുപ്പാകാനും അതുപോലെ തന്നെ താരം പോകാനും മുടി പൊട്ടലും മാറാനും മുടി നല്ലപോലെ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. കറ്റാർവാഴയുടെ ജെല്ലൊക്കെ നമ്മുടെ തലയിൽ നമ്മുടെ വരണ്ട ചർമ്മമൊക്കെ ആണെങ്കിൽ തലയൊട്ടിയിലൊക്കെ വരണ്ടിരിക്കാൻ നല്ല സോഫ്റ്റ് ആയി ഈർപ്പം ഉള്ളതാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതൊരു കോഫി പൗഡർ നമ്മുടെ മുടിയുടെ നരം മാറ്റാൻ സഹായിക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കോഫി പൗഡർ, കൊക്കോ പൗഡറൊക്കെ നരം മാറ്റാൻ സഹായിക്കുന്നതാണ്. മുടി വളരാൻ സഹായിക്കുന്ന, താരം പോകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് കളർ മുടിയെല്ലാം നല്ലപോലെ ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ
ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. എൻ്റെ കുട്ടിയുടെ തലയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാര്യം ഇവർക്ക് നരച്ചമുടി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മുടിയുടെ നരയൊക്കെ മാറ്റുന്നതൊക്കെ ഈ ഒരു രീതിയാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഫുഡിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുടി എന്തൊക്കെ ചെയ്താലും ഈ നരച്ച് വരും. അപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. തലയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 കൈ കൊണ്ട് നല്ലപോലെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുടി നല്ല മുറുക്കി കെട്ടി വെക്കുക കേട്ടോ. ലൂസാക്കി ഇടരുത്, നല്ലപോലെ മുറുക്കി കെട്ടി വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോഴത്തേക്ക് തലമുടി ചുമ്മാ വെറുതെ ഒന്ന് കഴുകി വിട്ടാൽ മതി. ഇപ്പോൾ ഷാമ്പൂ ഒക്കെ ഉള്ളത് കാരണം ഒരു സ്മെല്ലോ കോഫി പൗഡറിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.